അസ്സാം വലൈക്കും. ഞാൻ സൽന. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീട്ടിലെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ NPK റിച്ച് ആയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് റെഡിയാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് വീട്ടിൽ ഒട്ടും ചിലവില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പോസ്റ്റാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചട്ടിയാണ്. ഇത് ഞാനിപ്പം ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട് ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ചട്ടിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കരിയില ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചട്ടിയിൽ കാണിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് കരിയില ചേർത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കാർഡ്ബോർഡ് അതുപോലെ തന്നെ ന്യൂസ് പേപ്പറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോൾ കിച്ചൺ വേസ്റ്റിനുള്ള സ്ലറി ഈ ഒരു കാർഡ്ബോർഡും അതുപോലെ തന്നെ കരിയിലയും വലിച്ചെടുത്തോളും. അപ്പം ഈ സ്ലറിയിലാണ് നല്ല വീര്യം കൂടിയിട്ടുള്ള ഒരു വളം ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ കരിയിലയും കാർഡ്ബോർഡും ചേർക്കുന്നത് കൊണ്ട് നമുക്ക് സ്ലറി പ്രത്യേകമായിട്ട് വേറൊരു പാത്രത്തിൽ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർക്കൊക്കെ ഈ സ്ലറി എന്നുള്ള ഒരു സ്മെല്ലൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നമുക്കിത് വലിയ ചാക്കിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കരിയിലയും പേപ്പറൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അടുത്തത് ഇതിലേക്ക് ഞാൻ കുറച്ച് ശീമക്കൊന്നയുടെ ഇലയാണ് ചേർത്തിട്ടുള്ളത്. ഇതില്ലാത്തവർക്ക് സാധാരണ നമ്മുടെ വളപ്പിലൊക്കെയുള്ള പുല്ലുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നല്ല നൈട്രജൻ റിച്ച് ആയിട്ടുള്ളൊരു വളമായിട്ട് മാറിക്കോളും. പിന്നെ അടുത്തത് നമ്മൾ കിച്ചൺ വേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് മുട്ടത്തോടും ചേർക്കാം. അതിൽ ഒരുപാട് നല്ല ഫോസ്ഫറസ്, പൊട്ടാഷ്യം അതുപോലെ തന്നെ കാൽസ്യമൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്നാലിപ്പോൾ ചേർക്കാൻ വിട്ടുപോകാം. അപ്പോൾ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ചകിരിച്ചോറാണ് ചേർക്കുന്നത് കേട്ടോ. ചകിരിച്ചോറ് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കമ്പോസ്റ്റിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലുള്ള അധികമായിട്ടുള്ള വെള്ളം ഈ ഒരു ചകിരിച്ചോറ് വലിച്ചെടുത്തോളും. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി ശീമക്കൊന്നേൻ്റെ ഇല ഇതിൻ്റെ മുകളിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കാർഡ്ബോർഡ് പേപ്പർ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡ്രൈ വെറ്റ് ആ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മണ്ണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പറമ്പിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് നല്ല ഇളക്കുള്ള മണ്ണുണ്ടാവില്ലേ, ഈ കരിയിലൊക്കെ അടങ്ങിയിട്ടുള്ള അങ്ങനത്തെ മണ്ണാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വീണ്ടും കിച്ചൺ വേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ സ്ഥലമൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഈ കിച്ചൺ വേസ്റ്റ് വല്ലാത്തൊരു തലവേദന തന്നെയായിരിക്കും. നമ്മളവിടെ ഇവിടെയൊക്കെ ഇടുമ്പം പെരിച്ചായിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഇത് യൂസ്ഫുള്ളാക്കിയിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും പച്ചക്കറി വേസ്റ്റ്, കുറച്ച് മണ്ണ് അതുപോലെ തന്നെ ചകിരിച്ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ശീമക്കൊന്നേൻ്റെ ഇല കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എനിക്കിത് അത്ര ശരിയാവില്ല കേട്ടോ ഗ്ലൗസ് ഇട്ടതിന്, അതുകൊണ്ടാണ് ഞാനത് യൂസ് ആക്കാത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി ചകിരിച്ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേൽഭാഗത്ത് നന്നായിട്ട് മൂടത്തക്ക രീതിയിൽ തന്നെ അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ വളപ്പിലുള്ള പുല്ലൊന്നും നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് യൂസ്ഫുള്ളാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വളമായിട്ട് തന്നെ കിട്ടിക്കോളും. പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. ഇതിപ്പോൾ പിന്നെ ഇടയ്ക്ക് നമ്മളൊരു 5-6 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ താഴ്ന്നു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റിങ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ നനവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എനിക്കിപ്പോൾ ഇത് നനക്കേണ്ടി വന്നിട്ടില്ല, മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ കാർഡ്ബോർഡൊക്കെ കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. എന്നാലും ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിപ്പോൾ ഈ ചട്ടിയുടെ ഒരു കാൽഭാഗത്തോടെ നമുക്ക് ഇതിപ്പോൾ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നമുക്കിതിൽ 2-3 ദിവസം അങ്ങനെ വീട് താഴ്ന്നതിനനുസരിച്ചിട്ട് നമുക്ക് വേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മാത്രം ചെയ്തിട്ട് അങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ. നല്ല രീതിയിലുള്ള കമ്പോസ്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ഇതാണ് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്